Dear students, how are you? Welcome back to our previous class. What we have learned in our previous class? Yes, what are the sources of water? How water is precious? What are the uses of water? And also the importance of conservation of water. Okay. Here we are discussed about how we can spread the messages of water conservation. നമ്മൾ പഠിച്ചു വാട്ടർ എത്രമാത്രം പ്രഷ്യസ് ആണ് ആൻഡ് വാട്ടർ ഇല്ലാത്തൊരവസ്ഥ എത്രമാത്രം നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്നല്ലേ. സോ വി നീഡ് ടു കൺസേർവ് അവർ വാട്ടർ സോഴ്സസ്, വാട്ടർ ബോഡീസ്. ഓക്കെ, there are different activities we can use for spread the message of water conservation. Here you can see in a school exhibiting different messages regarding the conservation of water. ഇതൊരു സ്കൂളിൽ നടത്തിയ എന്താണ് വാട്ടർ കൺസർവേഷൻ മെസ്സേജസ് ആണ്. ഒരുപാട് പോസ്റ്റേഴ്സ് ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ ഏതെല്ലാം ആക്ടിവിറ്റീസ് യൂസ് ചെയ്ത് നമുക്ക് വാട്ടർ കൺസർവേഷൻ എന്നുള്ള മെസ്സേജ് ജനങ്ങൾക്ക് പാസ് ചെയ്യാം എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്ലക്കാർഡ്, പോസ്റ്റർ, കാർട്ടൂൺ, ബുള്ളറ്റിൻ ബോർഡ്, അവയർനെസ് റാലി. എന്തൊക്കെയാണ് പ്ലക്കാർഡ്സ് ഉണ്ടാക്കാം. പ്ലക്കാർഡ്സ് കണ്ടിട്ടുണ്ടാവും അല്ലേ. നെക്സ്റ്റ് പോസ്റ്റേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോസ്റ്റേഴ്സ്. ഇതുപോലെ നമുക്ക് പോസ്റ്റേഴ്സ് ഉണ്ടാക്കാം. കാർട്ടൂൺസ് ചെയ്യാം. വാട്ടർ കൺസർവേഷനെ കുറിച്ചിട്ട് നമുക്ക് കാർട്ടൂൺ ഉണ്ടാക്കാം. ബുള്ളറ്റിൻ ബോർഡ് ഉണ്ടാക്കാം. ബുള്ളറ്റിൻ ബോർഡ് എന്ന് പറഞ്ഞാൽ പോസ്റ്റർ പോലെ തന്നെയാണ്, നമുക്ക് ചെറിയ ചെറിയ പോയിന്റ്സ് എഴുതിയിട്ട് എക്സിബിറ്റ് ചെയ്യുന്നതാണ് ബുള്ളറ്റിൻ ബോർഡ്. നെക്സ്റ്റ് അവയർനെസ് റാലി, ബോധവൽക്കരണ ജാഥ നടത്താം. പിന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? സെമിനാർസ്, സ്പീച്ച്, വാട്ടർ കൺസർവേഷനെ കുറിച്ചുള്ള സ്പീച്ച് ചെയ്യാം, സെമിനാർ ചെയ്യാം. ഓക്കെ, next, how many drops? How much water do we use every day for drinking, bathing and other purposes? നമ്മൾ എത്രമാത്രം വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓരോ ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മളുടെ ബാത്തിങ്, ഡ്രിങ്കിങ്, അങ്ങനെ നമ്മളുടെ ഹൗസ് ഹോൾഡ് നീഡ്സിന് വേണ്ടിയും മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ എത്രമാത്രം വാട്ടർ യൂസ് ചെയ്യുന്നുണ്ടെന്ന് അല്ലേ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആണ് അടുത്തത് ചെയ്യാനുള്ളത്. ഇവിടെ ഈ ഒരു ബോയ് എന്താ പറയുന്നത്? ഐ വിൽ നോട്ട് വേസ്റ്റ് ഈവൻ എ സിംഗിൾ ഡ്രോപ്പ് ഓഫ് വാട്ടർ ഹിയർ ആഫ്റ്റർ. ഈ ഒരു ബോയ് ഇന്ന് മുതൽ ഇനി ഒരു സിംഗിൾ ഡ്രോപ്പ് ഓഫ് വാട്ടർ പോലും വേസ്റ്റ് ആക്കില്ല എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മൾ ഓരോരുത്തരും എന്താണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കണം. ഇന്ന് മുതൽ നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും പാഴാക്കില്ല. ഐ വിൽ നോട്ട് വേസ്റ്റ് ഈവൺ എ സിംഗിൾ ഡ്രോപ്പ് ഓഫ് വാട്ടർ ഹിയർ ആഫ്റ്റർ. ഓക്കെ, നമ്മൾ പഠിച്ചു ഇപ്പോൾ അല്ലേ ഈ ഒരു ചാപ്റ്ററിൽ വാട്ടർ എത്രമാത്രം പ്രഷ്യസ് ആണെന്ന്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയൊരു പ്ലെഡ്ജ് മനസ്സിൽ പറയണം. ഓക്കെ, ഐ വിൽ നോട്ട് വേസ്റ്റ് ഈവൺ എ സിംഗിൾ ഡ്രോപ്പ് ഓഫ് വാട്ടർ ഹിയർ ആഫ്റ്റർ. ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര മാത്രം വെള്ളമാണ് ഓരോ ആവശ്യങ്ങൾക്കും വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓരോ ഡ്രോപ്പ് ഓഫ് വാട്ടറും എന്താണ്, എവറി സിംഗിൾ ഡ്രോപ്പ് ഓഫ് വാട്ടർ ഇസ് പ്രഷ്യസ്. അപ്പോൾ ഓരോ ഡ്രോപ്പ് വാട്ടറും കൂടി ചേർന്ന് നമുക്ക് എത്രപ്പോരം വെള്ളം കിട്ടുന്നുണ്ട്, നമ്മൾ വേസ്റ്റ് ആക്കുന്ന ഓരോ തുള്ളി ജലവും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം വാട്ടർ കിട്ടുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഓരോ ദിവസവും എത്ര ഡ്രോപ്സ്, ഹൗ മെനി ഡ്രോപ്സ് വി ആർ യൂസ്ഡ്, എത്ര ഡ്രോപ്പ് വാട്ടർ നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട് നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. ദ മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ ദിസ് എക്സ്പെരിമെൻറ്റ്. ഏതൊക്കെ മെറ്റീരിയൽസ് നമുക്ക് വേണ്ടത് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ? ഒരു ഫില്ലർ വേണം. ഫില്ലർ, ഒരു സ്പൂൺ, എ ഫില്ലർ, സ്പൂൺ, എ ഗ്ലാസ്, എ കപ്പ് ആൻഡ് എ ബക്കറ്റ്. ഇത്രയും സാധനങ്ങൾ എടുക്കാം. ഒരു ഫില്ലർ എടുക്കുക, സ്പൂൺ എടുക്കുക, ഗ്ലാസ് ആൻഡ് എ കപ്പ് ആൻഡ് ലാസ്റ്റ് വൺ എ ബക്കറ്റ്. ഇത്രയും മെറ്റീരിയൽസ് എടുക്കുക. ദെൻ നിങ്ങളൊരു ബൗൾ വാട്ടർ എടുക്കുക. ഓക്കെ, ഇനി ഫസ്റ്റ് വൺ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഫില്ലർ എടുത്ത് ഈ ഒരു ഫില്ലറിൽ
വാട്ടർ ഫില്ല് ചെയ്യുക. ഫില്ലറിൽ നിന്ന് വെള്ളം എങ്ങനെ വരിക? ഡ്രോപ്പായിട്ടാണെന്നല്ലേ. അങ്ങനെ ഈ ഒരു ഫില്ലർ യൂസ് ചെയ്തിട്ട് നിങ്ങളൊരു സ്പൂൺ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. ഫില്ലർ ആദ്യം ഫില്ല് ചെയ്യുക. ദെൻ ആ ഫില്ലർ കൊണ്ട് നിങ്ങളുടെ സ്പൂൺ നിറക്കുക. എത്ര ഡ്രോപ്പ് വാട്ടർ വേണ്ടി വന്നു എന്ന് നിങ്ങൾ കൗണ്ട് ചെയ്യുക. ഓരോ ഫില്ലറിൽ നിന്ന് വരുന്ന ഓരോ ഡ്രോപ്പ് വാട്ടറും കൗണ്ട് ചെയ്യുക. ദെൻ നമ്മൾ സ്പൂൺ ഫില്ലായി അല്ലേ. നെക്സ്റ്റ്, ഒരു ഗ്ലാസ് വാട്ടർ നിറയ്ക്കാൻ നിങ്ങൾക്ക് എത്ര സ്പൂൺ വെള്ളം വേണമെന്ന് കൗണ്ട് ചെയ്യുക. ഓക്കെ. ദെൻ ഒരു ഗ്ലാസ് വാട്ടർ കൊണ്ട് നിങ്ങളൊരു കപ്പ് ഫില്ല് ചെയ്യാൻ നോക്കുക. ഈ ഒരു കപ്പ് ഫില്ല് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര ഗ്ലാസ് വാട്ടർ വേണ്ടി വന്നു കൗണ്ട് ചെയ്യുക. ദെൻ ബക്കറ്റ്, ഈ ഒരു കപ്പ് വാട്ടർ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ബക്കറ്റ് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. എത്ര കപ്പ് വാട്ടർ വേണ്ടി വന്നു നിങ്ങളുടെ ബക്കറ്റ് ഫില്ല് ചെയ്യാൻ. ഇത് കൗണ്ട് ചെയ്തിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതാം. ഓക്കെ. ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഈച്ച് ഡ്രോപ്പ് ഓഫ് വാട്ടർ ഈസ് precious. Don't waste even a single drop of water. Don't forget to say, little drops of water make the mighty ocean. അപ്പോൾ എന്താ പറഞ്ഞത്? നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഓരോ തുള്ളി വെള്ളവും കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വെള്ളം കിട്ടുന്നുണ്ടെന്നല്ലേ. ഈച്ച് ഡ്രോപ്പ് ഓഫ് വാട്ടർ ഈസ് പ്രഷ്യസ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? വാട്ടർ വേസ്റ്റ് ആക്കരുത്. ഡോണ്ട് വേസ്റ്റ് ഈവൻ എ സിംഗിൾ ഡ്രോപ്പ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സേ, നമ്മൾ ഈ ഒരു വാക്യം എപ്പോഴും ഓർത്തിരിക്കുക. ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷ്യൻ. ഓരോ തുള്ളി വെള്ളത്തിൽ നിന്നാണ് നമുക്ക് കടൽ വരെ ഉണ്ടായത് എന്നുള്ള ആ ഒരു വേർഡ് ഓർക്കാം. നെക്സ്റ്റ് നോക്കുക, എന്താ ഇവിടെ? രാധാസ് കംപ്ലൈൻറ്റ്. രാധാസ് കംപ്ലൈൻറ്റ്. ഈ ഒരു പിക്ചർ നോക്കിയേ. വാട്ട് യു ക്യാൻ സീ ദ two glasses of payasam. Yes, Raju and Radha are two children. Okay, they are siblings. ഒരു രാജു ആൻഡ് രാധ എന്ന് പറഞ്ഞ രണ്ട് കുട്ടികളുണ്ടായിരുന്നു. അവർ സഹോദരങ്ങളായിരുന്നു. One day their mom gave them a glass of payasam. ഓക്കെ, രണ്ട് പേർക്കും അവരുടെ അമ്മ എന്ത് ചെയ്തു? ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ട് രണ്ട് പേർക്കും ഓരോ ഗ്ലാസ് പായസം കൊടുത്തു. ഓക്കെ. ദെൻ രാധ എന്ത് പറഞ്ഞു? രാധയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ബൗളുണ്ട്. ഈ ബൗളിൽ മതി രാധയ്ക്ക് പായസം എന്ന് പറഞ്ഞു. രാധ പ്രിഫർ ടു ഹാവ് ഇറ്റ് ഇൻ ഹെർ ഫേവറേറ്റ് ഗ്ലാസ് ബൗൾ. ഓക്കെ, അപ്പം അമ്മ എന്ത് ചെയ്തു? ഈ ഒരു ഗ്ലാസ് പായസം രാധയുടെ ബൗളിൽ ഒഴിച്ചു കൊടുത്തു. മോം ട്രാൻസ്ഫർ ദ പായസം ഫ്രം ദ സ്റ്റീൽ ഗ്ലാസ് ടു ദി ഗ്ലാസ് ബൗൾ. ബട്ട് രാധ വാസ് നോട്ട് ഹാപ്പി. എന്ത് സംഭവിച്ചത്? രാധ ഹാപ്പി ആയിരുന്നില്ല. കാരണം എന്താ? സ്റ്റീൽ ഗ്ലാസ്സിൽ ഇരുന്നിക്കുമ്പോൾ പായസത്തിൻ്റെ അളവ് ഫുള്ളായിരുന്നു അല്ലേ. പക്ഷെ അത് ബൗളിൽ കുഴിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ഹാഫായി മാറി. അപ്പോൾ രാധ വിചാരിച്ചു രാജുവിനാണ് കൂടുതൽ പായസം കൊടുത്തത്, രാധയ്ക്ക് കുറവാണെന്ന്. നിങ്ങളും അങ്ങനെ ചെയ്യാറുണ്ടോ? വീട്ടിൽ വഴക്ക് കൂടാറുണ്ടോ? എനിക്ക് കുറവായി പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രാധ എന്താ പറയണത്? ഏട്ടന് കൊടുത്ത സ്റ്റീൽ ഗ്ലാസ്സിലായിരുന്നു പായസം കൂടുതൽ, രാധയ്ക്ക് കിട്ടിയ പായസം കുറവാണെന്ന്. ശരിയാണോ രാധ പറയുന്നത്? അല്ല അല്ലേ. രാധയുടെ പാത്രം വലുതായത് കൊണ്ടാണ് അതിൽ അളവ് കുറഞ്ഞു പോയത്. ഓക്കെ, വാട്ട് ഡു യു തിങ്ക്? Is the quantity of payasam in Radha's glass bowl is less? No. അല്ലേ? രണ്ട് വെസലിലുള്ള പാത്രങ്ങളിലുള്ള പായസത്തിൻ്റെയും അളവ് സെയിം ആണ്. The quantity of payasam is same in two vessels, and that is in the glass bowl and in the steel glass. ഗ്ലാസ്സിലും പാത്രത്തിലുള്ള വാട്ടറിൻ്റെ അളവ് പായസത്തിൻ്റെ അളവ് എന്തായിരുന്നു? സെയിം ആയിരുന്നു. അപ്പോൾ നമ്മളുടെ പാത്രത്തിൻ്റെ സൈസിനനുസരിച്ച് വാട്ടറിൻ്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരും. മനസ്സിലായോ നിങ്ങൾക്ക്? ഹിയർ യു ക്യാൻ സീ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെസൽസ് ദാറ്റ് വി യൂസ്ഡ് ഫോർ സ്റ്റോറിങ് വാട്ടർ. Okay, in
picture, what are the vessels you are used for storing water in your home? നിങ്ങളുടെ വീടുകളിൽ യൂസ് ചെയ്യുന്ന വാട്ടർ സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്ന വെസൽസ് ഏതൊക്കെയാണ്? യെസ്, ബക്കറ്റ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ, ക്യാൻ യൂസ് ചെയ്യാം. ദെൻ പോട്ട്, ഇറ്റ് ഇസ് എ പ്ലാസ്റ്റിക് പോട്ട് ആൻഡ് ദിസ് ഇസ് ഓൾസോ കൂജ. ഓക്കെ, ഇങ്ങനെ നമ്മൾ പോട്ട്സിലും ബക്കറ്റ്സിലും ക്യാനിലും ഒക്കെ ആയിട്ട് നമ്മൾ വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ടെന്നല്ലേ. നെക്സ്റ്റ്, വിച്ച് വെസൽ among those shown in the picture can contain maximum water? ഈ പിക്ചറിൽ കാണുന്ന വെസൽസ് ഏറ്റവും കൂടുതൽ വാട്ടർ നമുക്ക് ഏത് പാത്രത്തിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുക? യെസ്, പിന്നെ ബക്കറ്റ്. വിച്ച് വെസൽ ക്യാൻ കണ്ടെയ്ൻ ലീസ്റ്റ് എമൗണ്ട് ഓഫ് വാട്ടർ? ലീസ്റ്റ് എമൗണ്ട് ഓഫ് വാട്ടർ എവിടെയും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുക? പിന്നെ ഗ്ലാസ്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി പാത്രത്തിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ സ്റ്റോർ ചെയ്യാം എന്ന് മനസ്സിലായി അല്ലേ. Look at this picture. What you can see here, two types of well can be seen. What are the difference between these two wells? Yes, this well is not protected by a wall and the surroundings are not clean. And here a lady washing their clothes near this well, and this well is not covered using a net or any other objects. Okay, here you can see a well neat and clean, having a good surrounding, having a clear surrounding, and this lady is not doing any other activities like bathing or washing their clothes etc. near the well, and this well is highly protected using നെറ്റ്. ഓക്കെ, അപ്പോൾ ഈ പിക്ചറിൽ എന്താ നമുക്ക് കാണുന്നത്? ഈ പിക്ചർ കാണുമ്പോൾ തന്നെ ഇതൊരു വില്ലേജിലുള്ള കിണർ പോലെയാണ്. ഇറ്റ് ഈസ് നോട്ട് പ്രൊട്ടക്റ്റഡ് ഓർ നോട്ട് വിച്ച് ഈസ് നോട്ട് ക്ലീൻ. പ്രൊട്ടക്ഷനോ ക്ലീനിങ്ങോ ഒന്നും നടക്കാത്ത ഒരു വെല്ലാണിത് അല്ലേ. അതുപോലെ തന്നെ ഈ ലേഡി എന്ത് ചെയ്യേണ്ട അവിടെ വാഷിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെല്ലിനടുത്തായിട്ട് ചെയ്യുന്നുണ്ട്. നിറയെ വേസ്റ്റുകൾ ചുറ്റും ഉണ്ട്. ദെൻ ഇവിടെ ഒരു ക്രോ അതിലേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. ക്രോയുടെ വായിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ ചിലപ്പോൾ കിണറ്റിലേക്ക് വീണിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒട്ടും പ്രൊട്ടക്റ്റഡ് അല്ലാത്ത ഒരു കണ്ടീഷനാണ് നമുക്കിവിടെ കാണുന്നത് അല്ലേ. ബട്ട് ഇൻ ദി കേസ് ഓഫ് ദിസ് സെക്കൻഡ് വെൽ ഹിയർ വെൽ പ്രൊട്ടക്റ്റീവ് കവറിങ് നമുക്ക് കാണാം. പിന്നെന്താണ്, ഒരു നെറ്റ് യൂസ് ചെയ്തിട്ട് ഇവരിവിടെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സറൗണ്ടിങ്സ് ഒക്കെ ക്ലീൻ ആൻഡ് നീറ്റാണ്. സോ വിച്ച് ഓഫ് ദി ടു വെൽ വാട്ടർ വിൽ യു യൂസ് ഫോർ ഡ്രിങ്കിങ്? ഈ രണ്ട് കിണറിൽ നിന്നും നിങ്ങൾ ഏത് വെള്ളമായിരിക്കും ഡ്രിങ്കിങ് വാട്ടറിന് വേണ്ടി യൂസ് ചെയ്യുക? യെസ്, ഹിയർ ദ വെൽ ഈസ് ഹൈലി പ്രൊട്ടക്റ്റഡ് ആൻഡ് കവേർഡ്. സോ വി യൂസ്ഡ് ദിസ് വെൽ വാട്ടർ ഫോർ ഡ്രിങ്കിങ്. ഓക്കെ, നമ്മളിപ്പോൾ കണ്ടു ഒരു ക്ലീൻഡ് വെല്ലും അൺക്ലീൻഡ് വെല്ലും അല്ലേ. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുക എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടുള്ള വെൽ വാട്ടർ ആയിരിക്കും ഫോർ ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. സോ ഹൗ വി ക്യാൻ ക്ലീൻ അവർ വെൽ? വാട്ട് ആർ ദ സ്റ്റെപ്സ് വി ക്യാൻ ടേക്കൺ ടു ക്ലീൻ അവർ വെൽ? നമുക്ക് എന്തൊക്കെ സ്റ്റെപ്പ് എടുക്കാൻ പറ്റും വാട്ടർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്? How well keep clean? Well should be covered with a net. Do not bath near the well. Do not wash clothes near the well. Well should have a protective fencing around it. Okay. Septic tank should be constructed at a certain distance from the well. Sewage near the well should be avoided. ഇത്രയും കാര്യങ്ങൾ കൂടെ നമ്മൾ വെൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 3 സ്റ്റെപ്സ് കൂടെ നമ്മൾ എടുക്കണം. ഓക്കെ, നമ്മളുടെ വെല്ലിൻ്റെ സറൗണ്ടിങ്സ് എപ്പോഴും ക്ലീൻ ആയിരിക്കണം. വേസ്റ്റ് വാട്ടറൊക്കെ നമ്മൾ ആ ഭാഗത്തേക്ക് ഒഴുക്കി വിടാതെ ശ്രദ്ധിക്കണം. വാട്ട് ആർ ദ സ്റ്റെപ്സ് വി ഷുഡ് ടേക്കൺ ടു ക്ലീൻ അവർ വെൽ? ഈ പോയിന്റ്സ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. താങ്ക് യു.